നമ്മളന്ന് മാംഗ്ലൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പോകാൻ ഒരു ഹോളി കമ്മ്യൂണിയൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ മാംഗ്ലൂരിലുള്ള ആളുടെ മോളുടെ പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. നമ്മൾ മാംഗ്ലൂരിൽ നിന്ന് ഒരു നൈറ്റൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ണൂരിലുള്ള ഫേമസ് കരീംസ്, കണ്ണൂരുകാർക്കൊക്കെ അറിയായിരിക്കും, അവിടെ കയറി നമ്മൾ അപ്പം പൊളിച്ചതും ചിക്കനും ഒക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അറൗണ്ട് ഒരു 3 o'clock ഒക്കെ ആയി. അവർ ഓൾറെഡി നമുക്ക് വേണ്ടിയിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാംഗ്ലൂരിൽ നിന്ന് വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട്. സോ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ വേഗം റൂമിലേക്ക് പോയി ചെയ്ത്, ബിക്കോസ് അത്രയും ടയേർഡായിരുന്നു. ആ റോഡ് എന്ന് പറയുന്നത് ഭയങ്കര വളവും ചെരിവും ഒക്കെ ആയിട്ട് ഫുള്ള് വമിറ്റ് ചെയ്യാനൊക്കെ വന്നു. അത് കാരണം നമ്മൾ നേരെ പുലർച്ചെ ആയല്ലോ, നെക്സ്റ്റ് ഡേ നമുക്ക് ഈ പ്രോഗ്രാമിന് പോകും വേണം. സോ നമ്മൾ നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. റൂം അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 റൂമും പിന്നെ വിൻഡോയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ കാണാം. പിന്നെ വയനാട്ടിലും അധികം ചൂടൊന്നും ഉണ്ടായില്ല, എന്നാൽ തണുപ്പും ഉണ്ടായില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ എണീച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയി, ബിക്കോസ് നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവർ റൂമിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ഫുള്ള് സെറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ അജ്ഫാനിൽ പോയിട്ടൊരു ഫുൾ ചോക്ലേറ്റ്സ്, ഒരു ചോക്ലേറ്റ് ഹാമ്പർ പോലത്തെ ഒരു സംഭവം നമ്മൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചർച്ചിലേക്ക് പോയി. ചർച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം വേണ്ടതന്നെ ഞാൻ എന്തൊക്കെയാണ് ഈ പ്രോഗ്രാമിലുള്ളത് എനിക്കെന്ന് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആൻഡ് അവിടെ ചെന്നപ്പോൾ അവർ ഓൾറെഡി ലൈവ് പ്രോഗ്രാം ഒക്കെ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ചർച്ച് കണ്ടിട്ട്, എന്തൊരു രസമായിരുന്നു അറിയാം. ചർച്ചിൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. അത് അവിടുന്ന് അടുത്ത് തന്നെയായിരുന്നു. അവിടേക്ക് പോയിട്ട് നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഭയങ്കര നല്ല ആംബിയൻസ് ആയിരുന്നു. അവിടെ കുറെ ഡ്രിങ്ക്സും കുറെ എന്തൊക്കെ വെൽക്കം ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അക്ഷട്ടൻ ആ ടീ ഒക്കെ കുറെ ട്രൈ ചെയ്തിട്ടു. ഞാൻ അതൊന്നും ട്രൈ ചെയ്യാൻ പോയില്ല. ഡ്രിങ്ക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അവരുടെ എൻട്രി ആയിരുന്നു. അപ്പോൾ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. പിന്നെ അവർ സ്റ്റേജിൽ കയറി കേക്ക് കട്ട് ചെയ്തു. പിന്നെ അതിന്റെ ഇടയിൽ കുറെ ഡാൻസും കുറെ സോങ്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഫോട്ടോ സെക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ഭയങ്കര വൈബായിരുന്നു പ്രോഗ്രാം. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്നൊരു സൈഡായി. അപ്പൊ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഈ ഓഡിയോ പറയുമ്പോഴും എനിക്ക് ഫുഡ് ടേസ്റ്റ് മറക്കാൻ പറ്റുന്നില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു ആ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ഫുഡ്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ എന്തൊക്കെയോ കഴിച്ചു. ഡയറ്റ് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല, എല്ലാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ലാസ്റ്റ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവരുടെ സനീഷേട്ടനെ എല്ലാവരുടെയും ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് സ്റ്റേജിൽ കയറാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കളിച്ചൊന്നുമില്ല, അക്ഷരം കുറച്ച് ഡാൻസ് ഒക്കെ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഒരു മാലാഖേന്റെ ക്യാൻഡിലായിരുന്നു. ഞാനത് 2 എടുത്ത് സൂക്ഷിച്ച് വെച്ചു. ഭയങ്കര രസമുണ്ട് അത് കാണാനായിട്ട്. എന്നിട്ട് ഏകദേശം ഈവനിങ് ഒക്കെ ആയി. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴും നമ്മൾ കണ്ണൂരിൽ നിന്ന് അപ്പം പൊള്ളിച്ചതൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ, ബൈ.